ഔട്ട് സ്പോക്കന്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാദർ പോൾ തേലക്കാടിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നാം ഇന്ന് കാണുന്ന ഫാദർ പോൾ തേലക്കാടിന് പകരം സഭയുടെ ഔദ്യോഗിക വ്യക്താവായിരുന്നുകൊണ്ട് സഭയ്ക്കും വിശ്വാസങ്ങൾക്കും സമുദായത്തിനും വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു പോൾ തേലക്കാട് മുൻപുണ്ടായിരുന്നു. അവിടെ നിന്നും നാം ഇന്ന് കാണുന്ന ഫാദർ പോൾ തേലക്കാടിലേക്കുള്ള പരിണാമം അത് വിശ്വസിക്കാനാവാത്തതാണ്. ലവ് ജിഹാദ് ഈയിടെ വീണ്ടും ചർച്ചയായി വന്നപ്പോൾ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ചിട്ടായാലും റേറ്റിംഗ് എങ്ങനെയെങ്കിലും ഉയരണമെന്ന ലക്ഷ്യത്തോടു കൂടി ലവ് ജിഹാദ് ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ ന്യൂസ് 18 മലയാളം എന്ന് പറയുന്ന ചാനൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇവിടെ നടത്തിയത്. അപർണ കുറുപ്പ് എന്ന് പറയുന്ന ന്യൂസ് റീഡർ അതിന്റെ ഭാഗമായി പോൾ തേലക്കാട് അച്ഛനെ വിളിച്ച് അച്ഛന്റെ അഭിപ്രായം ആരായുകയുണ്ടായി. ആ അഭിപ്രായത്തെ അവർ സഭയുടെ നിലപാടിനെ പോൾ തേലക്കാട് തള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തത്. ഇതിനുശേഷം ഞാൻ പോൾ തേലക്കാട് അച്ഛനെ ടെലിഫോണിൽ ഒന്ന് ബന്ധപ്പെട്ടു. എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞു, അച്ഛന് പറയാനുള്ളത് അച്ഛനും പറഞ്ഞു. അതിൽ ആർക്കും കേൾക്കാൻ പാടില്ലാത്തതായ ഒന്നും തന്നെയില്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക. അച്ചോ, ഈശം സ്വീകരിക്കട്ടെ. ഗുഡ് മോർണിംഗ്. കെവിനല്ലേ? അതെ 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 അച്ചോ. ഞാൻ അച്ഛൻ ഇന്നലെ രാത്രി നേരത്തെ കിടന്നു അല്ലേ? ഞാൻ കിടക്കും. അത് ശരി അത് ശരി, എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഒരു സംശയിച്ച് വിളിച്ചത്. അച്ചോ, ഞാൻ അച്ഛൻ ഞാനിവിടെ നമ്മുടെ എറണാകുളം. അതെ അതെ, ഞാൻ അച്ഛനെ ഇടയ്ക്ക് അച്ഛൻ ലിസിയിൽ നിന്ന് അങ്ങോട്ട് കച്ചേരിപ്പടി നടന്നു പോകുന്നത് കാണാറുണ്ട്. തിരക്കിന്റെ ഇടയിൽ അതുകൊണ്ട് വിളിക്കാം. എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? അത് ഞാൻ അച്ചോ, ഞാൻ അച്ഛനെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ ഇപ്പം ന്യൂസ് 18 ചാനൽ തന്നെയാണ് അച്ഛനെ വിളിച്ചതിന്റെ. അവർ രണ്ടുപേരെയാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഒന്ന് കുർലോസ് തിരുമേനി, ഒന്ന് പോൾ തേലക്കാട് അച്ഛൻ. അപ്പൊ അച്ഛനൊക്കെ വിളിക്കുന്നതിന്റെ കാരണം അവർക്ക് സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അത് ലവ് ജിഹാദ് ഇല്ല എന്നൊരു വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അച്ഛന്റെ ഇന്ന് ആ വാക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അച്ഛനെ വിളിക്കുന്നത്. അപ്പൊ അവര് അച്ഛൻ കൊടുത്ത ഇന്റർവ്യൂവിന് അവര് കൊടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് സഭയുടെ നിലപാടിനെ തള്ളി ഫാദർ പോൾ തേലക്കാട് എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അച്ചോ, ഇവര് കണക്കുകൾ ചോദിക്കുന്നില്ലേ? ശരിക്കും ഒരു 50 കേസ് മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലാറുള്ളത്. അതായത് ഇപ്പൊ നമ്മളൊരു കേസിൽ ഇടപെടുമ്പോൾ ആദ്യം തന്നെ മാതാപിതാക്കൾ പറയുന്നത് ഒരു കാരണവശാലും ഈ വിവരം പുറത്തു പോകരുതെന്നുള്ളതാണ് അവരാദ്യം പറയുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് മാൻ മിസ്സിങ്, പെൺകുട്ടിയെ കാണാതാകുന്നു, പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്നോ വീട്ടിൽ നിന്നോ കാണാതാകുന്നു, അങ്ങനെ വരുമ്പോൾ പരാതി. അല്ലെങ്കിൽ ഇപ്പം അതിക്രമിച്ച് വീട്ടിൽ കയറി ബലമായിട്ട് കൊണ്ടുപോകുക, അങ്ങനെയാണെങ്കിൽ പോലീസിൽ പരാതി. അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും നഗ്നചിത്രമോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണം മേടിച്ചിട്ട് കൊടുക്കാതെ വരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഹറാസ്മെന്റ് വരികയോ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ 3 രീതിയിലാണ് പ്രധാനമായിട്ടും പോലീസിൽ പരാതി വരുള്ളൂ. അല്ലാതെ 100-ൽ 99 കേസും അല്ല 50-ൽ 49 കേസും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുന്നില്ല. പരാതിയാൽ ചെന്നാലും ഈ പറയുന്ന കാറ്റഗറിയിലുള്ള പരാതികളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടൊന്നും ഇതൊന്നും പോലീസ് രേഖയിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളുടെ കയ്യിൽ എത്തുന്ന കേസുകളിലെല്ലാം തന്നെ ഇപ്പൊ പ്രണയത്തിന് നമ്മൾ ആരും എതിരല്ലച്ചോ, എല്ലാവരും അനുകൂലിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അതിനകത്ത് മതം കടന്നു വരുമ്പോഴാണ് നമുക്കതിനെ എതിർക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ എതിർക്കുന്നത് ആരെയാണച്ചോ? നമ്മൾ എതിർക്കുന്നത് മുസ്ലിം സമൂഹത്തെ അല്ല. അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കാസ മുസ്ലിങ്ങൾക്കെതിരാണ്. ഒരിക്കലുമല്ല. മുസ്ലിങ്ങൾ, നല്ലവരായ മുസ്ലിങ്ങൾ, അവിടെ അതിനകത്തൊരു 90% നല്ല മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അല്ല അച്ചോ, ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് അത് കേൾക്കുന്നത്. അല്ല അച്ഛാ, അതിപ്പം പൊതുസമൂഹം പറയുന്നതും പാർട്ടിക്കാർ പറയുന്നു. ഇപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കാസ മുസ്ലിം വിരോധമാണ്. പക്ഷെ അത് ഇപ്പൊ അവര് പറയുന്നതാണ്. നമ്മളുടെ നിലപാട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള അള്ളാഹു അല്ലെങ്കിൽ അവരുടെ മുഹമ്മദ് ഒന്നും നമ്മൾ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ എതിർക്കുന്നത് ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അവർക്ക് തന്നെ ഭാവിയിൽ ഇപ്പൊ ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ അനുഭവിക്കുന്നത് പോലെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും കവർന്നെടുക്കാൻ സാധ്യതയുള്ള മതമൗലികവാദികളെയാണ്. അപ്പൊ അവര് അവരുടെ സമുദായത്തെക്കാളും കടന്ന് മറ്റു സമുദായങ്ങളിലേക്കും രാജ്യത്തിന്റെ
അവർ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് അവരെ എതിർക്കേണ്ടതായിട്ട് വരുന്നത്. അത് മുസ്ലിം സമുദായത്തെ അല്ല എതിർക്കുന്നത്, നമ്മൾ അവരിലെ മതമൗലികവാദികളെയാണ് എതിർക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ഒക്കെ നമ്മൾ ഈ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോ അതിൽ 100-ൽ 1 ഒക്കെ മാത്രമേ പോലീസിൽ പരാതിയോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ ഹോബിയസ് കോർപ്പസ് ഹർജിയൊക്കെ ആയിട്ട് പോവുള്ളൂ. പലതും നമ്മളത് പരിഹരിച്ചു കഴിയുമ്പോൾ പുറം ലോകം അറിയാതിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് രണ്ടാമത് കാര്യം, ഇവര് മാധ്യമങ്ങളോട് ചോദിക്കുന്നു നിങ്ങളൊരു തെളിവ് കൊണ്ടുപോകാന്ന് പറയുന്നു. ഇപ്പോ ഈ ആഴ്ചയിൽ ലവ് ജിഹാദിൽ പെട്ട് അവളെ മതം മാറ്റത്തിന് ഇതായി അങ്ങനെ വന്നൊരു പെൺകുട്ടി, ഇപ്പൊ അവള് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവിടുന്ന് വരുമ്പോൾ റിവഞ്ച് പോലെ അവള് പ്രതികരിക്കാൻ തയ്യാറാവും. നമ്മൾ അതേ പെൺകുട്ടിയെ 1 വർഷത്തിന് ശേഷം ഏതെങ്കിലും ഒരു മാധ്യമത്തിന് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവള് താല്പര്യപ്പെടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ 1 വർഷത്തിനുള്ളിൽ അവളുടെ മനംമാറ്റം സംഭവിച്ച് അവള് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു. അപ്പൊ അവരൊരിക്കലും അത് ഓർക്കാനോ ഒന്നും വീണ്ടും പറയാനോ അതൊരു താല്പര്യപ്പെടുന്നില്ല. വീണ്ടും അവരുടെ വിഷയം, അവരുടെ മുഖവും വീട്ടുപേരും എല്ലാം പൊതുസമൂഹത്തിൽ വീണ്ടും ചർച്ചയാവും. അപ്പൊ അത് അവരെ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇത്തരക്കാർക്ക് പ്രചോദനമായി മാറുന്നത്. ഇപ്പൊ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്ന മെറിൻ പോലും നമ്മുടെ ഇവിടെ നമ്മുടെ തമ്മനത്ത് അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവളുടെ പിതാവ്. അപ്പൊ അദ്ദേഹത്തെ പോലും ഞാൻ പലതവണ ഇതിനു വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂവിന് വേണ്ടി. അദ്ദേഹം പോലും അത് ഓർക്കാനോ അതിനുവേണ്ടി സംസാരിക്കാനോ തയ്യാറല്ല. അപ്പൊ ഇതുകൊണ്ട് ഈ കണക്കുകളിലെ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, കോറി മാഫിയ ഉണ്ട്, ലാൻഡ് മാഫിയ ഉണ്ട്, മണൽ മാഫിയ ഉണ്ട്. ഇങ്ങനെ കുറെ മാഫിയകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ആ മാഫിയയുടെ പേരിൽ ഏതെങ്കിലും ഒരു കേസുണ്ടോ? ഇല്ല. മയക്കുമരുന്ന് മാഫിയ ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതിവിടെ കൊണ്ടുവരികയും വിതരണം ചെയ്യുകയും അതിലൂടെ ലാഭം കൊയ്യുകയും അല്ലെങ്കിൽ അതിലൂടെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു മാഫിയയുടെ പേരിൽ ഒരു കേസില്ല. കാര്യം അങ്ങനെ ഒരു മാഫിയ ഇവിടെ ബോർഡ് വെച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതൊരു ഓർഗനൈസേഷനോ അല്ല. അപ്പൊ അതുകൊണ്ട് ആ മാഫിയ, മയക്കുമരുന്ന് മാഫിയയുടെ പേരിൽ കേസില്ല. പക്ഷെ ഇന്ന് ആ മയക്കുമരുന്നിന്റെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ നശിക്കുന്നുണ്ട്. ജീവനുകൾ നഷ്ടപ്പെടുന്നുണ്ട്. കുടുംബങ്ങൾ ആവുന്നുണ്ട്. പക്ഷെ മയക്കുമരുന്ന് മാഫിയയുടെ പേരിൽ ഇവിടെ കേസുണ്ടോ? ഇതുപോലെ തന്നെയാണ് അച്ചോ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അച്ഛനെ അറിയില്ല, ഞാൻ ഇതിന്റെ ഒരു വിക്ടമാണ്. എനിക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പൊ അച്ഛനെ പോലുള്ളവര് ഇത് അറിഞ്ഞിട്ട് വേണം. എന്തോ പറയാ ചാച്ചൻ പറഞ്ഞോളൂ. ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കി സംസാരിക്കുന്നത് അതെനിക്ക് അത് നന്ദിയുണ്ട്. കാരണം ഇതെല്ലാം മുസ്ലിങ്ങളുമല്ല, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള തീവ്രവാദികളാണ് ഇത് ചെയ്യുന്നത്, കുഴപ്പമുണ്ടാക്കുന്നത് എന്ന ഡിസ്റ്റിങ്ഷൻ. അത് സത്യമാണോ? ഞാൻ ചോദിച്ചത് നമ്മുടെ പിതാക്കന്മാർ അത് ചെയ്യുന്നില്ല, അതാ കുഴപ്പം. അല്ല, നമ്മുടെ പിതാക്കന്മാർ ഒരിക്കലും മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയോ ഒന്നും നമ്മുടെ പിതാക്കന്മാർ ചെയ്തിട്ടില്ലല്ലോ. എവിടെയെങ്കിലും ഒരു ഡിസ്റ്റിങ്ഷൻ ഞാൻ ഉദാഹരണം പറയാം. 2020 സീറോ മലബാർ സിനഡ് ലവ് ജിഹാദിനെ കുറിച്ച് പ്രസ്താവന ഇറക്കിയത്. ആ പ്രസ്താവന എന്റെ അല്ല 2020 2009 ജാഗ്രതാ കമ്മീഷൻ എന്ന ഒരു പഠനം നടത്തിയിട്ട് 2009 അത് പ്രസിദ്ധീകരിക്കുന്നത്. 2009 അവര് ലഘുലേഖ നമ്മുടെ ഇടവകകളിൽ പറഞ്ഞോളൂ. ആ പ്രസ്താവന അയക്കുമ്പോ ആ മുസ്ലിം സമുദായത്തെ അല്ല നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിലുണ്ട്, ഞങ്ങൾക്കൊരു ഞങ്ങൾ ആ സൗഹൃദം ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. നമ്മുടെ പിതാക്കന്മാരുടെ നിലപാട് അത് തന്നെയല്ലേ? അത് പറഞ്ഞിട്ടായിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ഇത് പറയാതെ ലവ് ജിഹാദ്, പാലയിലെ പിതാവ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കെവിൻ ഈ സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും ഉണ്ടാകും. തോന്നുന്നുണ്ടോ? ഞാൻ പറയാം, അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ദേ ഡോണ്ട് മേക്ക് എ ഡിസ്റ്റിങ്ഷൻ. ഈ സാധാരണ മുസ്ലിങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി മുസ്ലിം സമുദായവുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കട്ടെ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതൊരു ഒരു ഹെയ്റ്റ് കമ്പയിനായി മാറുകയാണ്. അത് ഒരിക്കലുമില്ല. അത് ഒരിക്കലുമില്ല. എന്താ സംഭവം നമ്മളിപ്പം അബ്ദുൽ നാസർ കെവിൻ പറഞ്ഞ പോരാ, പിതാക്കന്മാര് പറയണം. അല്ലല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ചൊന്ന് ഞാൻ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മള്
അബ്ദുൽ നാസർ മദനിയോ അല്ലെങ്കിൽ അല്ലുമ ബാഷായോ അല്ലെങ്കിൽ തടിയന്റെ ഇവിടെ നസീറിനെ എതിർത്താൽ ഉടനെ അത് മുസ്ലിം സമുദായത്തെ എതിർക്കലാണോ? അല്ല, ഒരിക്കലുമല്ല. പക്ഷെ അത് അവരങ്ങനെ ആക്കി മാറ്റും. ഇപ്പൊ SDPIയുടെ വീടുകളിൽ ഇപ്പോ റെയ്ഡ് നടക്കുന്നത് അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള നടപടിയായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അവിടെയാണ് വിഷയം. ഇപ്പൊ അച്ഛൻ സീറോ മലബാർ സഭ വൈദികനാണ്. അച്ഛൻ ഞങ്ങളെ എതിർത്തില്ലേ? അല്ല അച്ഛൻ, ഞാൻ ജസ്റ്റ് ഒന്ന് കഴിയട്ടെ. അപ്പം അച്ഛൻ ഞങ്ങളെ എതിർത്തില്ലേ? ഇപ്പം അച്ഛൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണെങ്കിലും അച്ഛൻ എതിർത്തതിന്റെ ശരിയാണ്, അങ്ങനെ എതിർക്കണം. പക്ഷെ മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ അവരെ എതിർക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ ഈ തീവ്രവാദത്തിലേക്ക് പോകരുത്, ഇത് സമാധാനത്തിന്റെ മതമാണ് എന്നൊക്കെ പറയുന്നതിന് അവരെ എതിർക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരെ എതിർത്തിട്ടില്ല. പോൾ തേലക്കാട് അച്ഛനെ പോലെ ഏതെങ്കിലും ഒരു മുസ്ലിം മതപുരോഹിതനെ കാണിച്ചു തരാൻ പറ്റുമോ? സ്വന്തം സമുദായത്തിലുള്ള മറ്റ് പുരോഹിതന്മാരെയും അല്ലെങ്കിൽ സംഘടനകളെയും എതിർത്ത, SDPI എതിർത്ത, പോപ്പുലർ ഫ്രണ്ടിനെയും PDPയും അല്ല ഞാൻ ചോദിക്കുന്നത്, ആരാണ് എതിർക്കേണ്ടത്? അവരല്ലേ ആദ്യം എതിർക്കേണ്ടത്. ഇപ്പൊ അച്ഛൻ ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. പാലാപിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ നേരിട്ട് കാണുമ്പോൾ ഞാൻ അച്ഛൻ ഇത് സംബന്ധിക്കുന്ന ബുക്കുകൾ ഞാൻ തരാം, അച്ഛൻ ഒന്ന് വായിച്ചു നോക്കും. ജിഹാദ് എന്ന് പറയുന്നത് ദേഹം കൊണ്ടും ധനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അമുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ല ജിഹാദ് ഒരു പുണ്യമായ വാക്കല്ല. അപ്പം അത് പാലാപിതാവിന്റെ മുന്നിൽ എത്തിയിട്ടുള്ള ഡേറ്റകൾ പ്രകാരമാണ്. പക്ഷെ ഇന്ന് അത് പിതാവ് പറഞ്ഞത് എല്ലാ മക്കളെയും ബാധിക്കുന്നതായിരുന്നു ഇന്ന് കാലം തെളിയിച്ചില്ലേ? മയക്കുമരുന്നിൽ ജ്യൂസിലും കുഴിമന്തിയിലും വരെ MDMA കലർത്തി പെൺകുട്ടികൾക്ക് കൊടുത്ത് പീഡനം നടത്തിയില്ലേ? ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്നു. അവരുടെ സമുദായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളും ഇതിന്റെ ഇരകളായി മാറുന്നില്ലേ? എത്ര കുടുംബങ്ങളാണ് കണ്ണീരിലാവുന്നത്? എനിക്ക് പറയാനുള്ളൂ. അച്ഛൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിന്റെ ഒരു അർത്ഥമുണ്ട്. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ ചെയ്യുന്നതെന്ന് അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ആ ചുവട് പിടിച്ച് പറഞ്ഞതാണ്. പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് വിരോധിക്കുന്നു. അല്ല, മാർപ്പാപ്പ എന്താണ് പറഞ്ഞെന്നാണ് തേലക്കാട്ടച്ഛൻ പറയുന്നത്? മാർപ്പാപ്പ എന്ത് പറഞ്ഞതാണ് തേലക്കാട്ടച്ഛൻ പറയുന്നത്? മാർപ്പാപ്പ 14 അറേബ്യൻ രാജ്യങ്ങളിൽ പോയില്ലോ. എന്തിനാ പോയെ? എന്തിനായിരിക്കും? അച്ഛന്റെ വീക്ഷണത്തിൽ എന്താണ്? എന്തുകൊണ്ടായിരിക്കും? സൗഹൃദം ഉണ്ടാക്കാൻ. അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് അതിനൊരു മറുപടി അറിയാം. അച്ഛൻ സൗഹൃദം എന്ന് പറയുന്നത് എങ്ങനെയാ ഉണ്ടാകുന്ന അച്ഛൻ? ഇപ്പോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും വീട്ടിൽ ഇഫ്താർ വിരുന്ന് നടത്തുന്നതിനെ ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നു. ഇതാണ് സൗഹാർദ്ദം എന്ന് പറയുന്നു. ഇതൊക്കെ കൊച്ചിലെ തൊട്ട് അച്ഛനും ഞാനും ഒക്കെ കാണുന്നതാണ്. പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ 3 ദൈവങ്ങളുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ദൈവങ്ങൾ, ഹിന്ദുവിന്റെ പലചരക്കടയിൽ ചെന്നാൽ 3 ദൈവങ്ങളുടെയും ഫോട്ടോ, ഇതൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നതാണ്. അതേസമയം ഒരു ക്രിസ്മസിന് ഒരു നക്ഷത്രം തൂക്കി കാണിക്കട്ടെ മുസ്ലിം പള്ളിയുടെ ഇതിൽ, അല്ലെങ്കിൽ ഒരു ഓണസദ്യ ഒരു മുസ്ലിം മോസ്കിന്റെ തിണ്ണയിൽ വെച്ച് ഓണസദ്യ വിളമ്പട്ടെ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകാനുള്ള കെട്ടുമുറുക്കുന്ന ഒരു മുസ്ലിമിന്റെ വീട്ടിൽ വിളിച്ച് നടത്തട്ടെ. ഇതൊക്കെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് 1 വേ അല്ല, അത് 2 വേ ആണ്. നമ്മുടെ ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും വിശ്വാസങ്ങളെ ബഹുമാനിക്കുമ്പോഴാണ് സൗഹാർദ്ദം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവരും തിരിച്ചു. അതെ, അല്ല അച്ഛൻ അപ്പൊ ആദ്യത്തിൽ ആരോടാണ് അച്ഛൻ ആത്യന്തികമായ കടപ്പാട് ഉണ്ടാവേണ്ടത്? ആരോടാണ് അച്ഛന് സ്വന്തം മക്കളോടല്ലേ അച്ഛോ? ഈ നമ്മുടെ വിശുദ്ധ വേദനമൊക്കെ പറയുന്നു, മക്കൾ കഴിച്ച് തൃപ്തിപ്പെടാതെ അവരുടെ അപ്പക്കഷ്ണം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുതെന്ന് വിശുദ്ധ വേദഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നില്ലേ അച്ഛോ? അപ്പൊ അച്ഛൻ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇവിടുത്തെ ക്രിസ്ത്യൻ ഇതുപോലുള്ള കുടുംബങ്ങളുടെ അച്ഛൻ ഫ്രീ ആവുന്ന ഒരു ദിവസം എന്നോടൊപ്പം വരൂ. ഞാൻ എറണാകുളം, കൊച്ചി, ഫോർട്ട് കൊച്ചി, എറണാകുളം തൊട്ടൊരു വരാപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ മക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിൽ ഞാൻ അച്ഛനെ കൊണ്ട് നേരിട്ട് അവർക്ക് പറയാനുള്ളത് ഞാൻ കേൾപ്പിക്കാം. അച്ഛൻ അതുകൂടെ മനസ്സിലാക്കണം. അച്ഛന്റെ ഡ്യൂട്ടി അല്ലല്ലോ മതസൗഹാർദ്ദം ഉണ്ടാക്കുക, ഗവൺമെന്റിന്റെ ജോലിയാണ്. അത് 2 വേ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അല്ലാതെ നമ്മൾ മാത്രം ഇരകളായ നമ്മൾ മാത്രം എന്നും സഹിക്കുക എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നീതിയാണച്ചോ? നമുക്ക് പ്രതിരോധിക്കാൻ അവകാശമില്ലേ? നമ്മൾക്ക് പ്രിക്കോഷൻ അല്ല വിമർശനം വരുന്നത് പ്രതിരോധത്തിന്റെ ഭാഗമാണച്ചോ? നമുക്കിപ്പോ പ്രിക്കോഷൻ എടുക്കാനായിട്ട് ഇപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിൽ ഉണ്ടായത് മറ്റൊരു കുടുംബത്തിൽ ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് എനിക്ക് അവരെ ഉപദേശിക്കാൻ സാധിക്കില്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അച്ഛോ, 2000-ന് മുകളിൽ കേസുകളിൽ ഞങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും കേരളത്തിലായിട്ടും കേരളത്തിന് പുറത്തായിട്ടും ഇടപെട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ കയ്യിൽ അതിൻ്റെതായ കണക്കുകളുണ്ട്. പക്ഷെ അതൊന്നും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആ മാതാപിതാക്കളുടെ മക്കളെ കിട്ടിയ മാതാപിതാക്കളുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഇതൊന്നും പോലീസ് സ്റ്റേഷനിലെ രേഖകളില്ല.
അപ്പൊ അവരുടെയൊക്കെ പേരും അഡ്രസ്സും ഫോട്ടോയും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അവരെ ഉപദേശിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ പി.സി. ജോർജ് പറഞ്ഞു മക്കളെ 20 വയസ്സിൽ കെട്ടിച്ചയക്കണം. അത് ഒരു കണക്കിന് നല്ല കാര്യമല്ലേ അച്ഛോ? അദ്ദേഹം അതൊരു ഉപദേശ രൂപേണയല്ലേ പറയുന്നത്. കെവിൻ എന്തോ ഞാനൊരു കാര്യം പറയട്ടെ. അച്ഛൻ പറഞ്ഞോളൂ. നമ്മള് പി.സി. ജോർജ് പറഞ്ഞത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല 20 വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു. പാലയിലോ പി.സി. ജോർജിന്റെ നാട്ടിലുള്ള പെൺപിള്ളേര് ഇങ്ങനെ ഒരു കൂട് വെച്ചാൽ ഏത് കൂട്ടിലേക്ക് ഓടിക്കയറുന്ന കുടുക്കിൽ ചാടുന്ന പെൺപിള്ളേരാണ് എന്ന ധാരണ പി.സി. ജോർജിനുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവരെയൊക്കെ പക്വതയോടുകൂടി വളരെ വിവേകത്തോടുകൂടി വളർത്തുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരെ വിടുന്നവരുണ്ട്. ആ ക്രൈസ്തവമായ കുടുംബങ്ങളിലെ സംസ്കാരം നശിപ്പിക്കാൻ പി.സി. ജോർജ് ശ്രമിക്കരുത്. അല്ല അതെങ്ങനെയാണ് അച്ഛോ ആ സംസ്കാരം നശിപ്പിക്കുന്നത്? നമ്മൾ വളരെ ലിബറൽ ആയിട്ടാണ് നമ്മൾ കുട്ടികളെ എല്ലാവരുമായിട്ട് ഒരേപോലെ കാണാനും എല്ലാവരുമായിട്ട് ഒരേപോലെ ഇടപഴകാനും. അല്ല നമ്മളുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നാൽ അവരെ നമ്മളെ സ്വീകരിച്ച് നമ്മളെ ആദ്യം ഇരുത്തുന്ന നമ്മുടെ കുട്ടികളായിരിക്കും, ഭാര്യയായിരിക്കും. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ കൂട് വെച്ച് കെണി വെച്ചാൽ ആദ്യം ഓടിക്കയറുന്നവരാണ് നമ്മുടെ പെൺപിള്ളേര് എന്ന ധ്വനി അതിനകത്തുണ്ട്. അല്ല ആ ധ്വനി എന്ന് പറയുന്ന വാദമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം അങ്ങനെ പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ തന്നെ അപമാനിക്കലാണെന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പൊ മുസ്ലിം സമുദായത്തിലെ പല മഹല്ലുകളിലും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരെയും മക്കളുള്ള ഉപയോഗിക്കുന്നവരുടെയും മക്കളെ മഹല്ല് വിലക്കുമെന്ന് ഇവിടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ മട്ടാഞ്ചേരിയിലൊക്കെ പല മഹല്ലുകളിലും വിളിച്ചു പറഞ്ഞു. എന്താ കാര്യം? അപ്പം ഞങ്ങളുടെ മുസ്ലിം യുവാക്കളെല്ലാം മയക്കുമരുന്നിന് അടിമകളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ സ്വയം ഇത് ചെയ്യാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അവരുടെ കുട്ടികളാണ് ഏറ്റവും അധികം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വലിയൊരു അപകടത്തിലേക്ക് ആ സമുദായം പോവുകയാണ്. സ്വന്തം അമ്മയെ കൊല ചെയ്യാൻ മടിയില്ലാത്തവൻ, സ്വന്തം ഭാര്യയെ കൊല ചെയ്യാൻ മടിയില്ലാത്തവൻ പൊതുസമൂഹത്തിലേക്ക് മതം തലക്കി പിടിച്ചിട്ട് കത്തിയുമായിട്ട് ഈ മയക്കുമരുന്ന് കഴിച്ച് ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താണ്? അപ്പം അവരുടെ സമുദായം ഇപ്പോൾ ശക്തമായിട്ട് രംഗത്തിറങ്ങുന്നത് അവരുടെ യുവാക്കളെ തന്നെ അപമാനിക്കുക എന്നുള്ളതല്ലല്ലോ അർത്ഥം. അപ്പൊ അതുകൊണ്ട് പി.സി. ജോർജ് 20 വയസ്സിൽ കുട്ടികളെ കഴിച്ചയക്കണം എന്ന് പറഞ്ഞ് എന്റെ അഭിപ്രായത്തിൽ അത് ഒരു തെറ്റുമില്ല. അത് നല്ല അദ്ദേഹം ഉപദേശമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും പെൺകുട്ടികൾ ഇതുപോലെ നഷ്ടപ്പെടുകയോ എന്തെങ്കിലും കേസുകളിൽ അകപ്പെടുകയോ ചെയ്യുമ്പോൾ ആദ്യം വിളിക്കുന്നത് തൊട്ടടുത്തുള്ള രാഷ്ട്രീയക്കാരെ തന്നെയാണ്. ഇപ്പൊ ഈ കാസ പോലുള്ള സംഘടനകളൊക്കെ വരുന്നതിന് മുമ്പ് അച്ഛൻ കേൾക്കുന്നുണ്ടോ? അപ്പൊ രാഷ്ട്രീയക്കാരെയാണ്. അപ്പൊ ആ നിലയ്ക്ക് പൊതുസമൂഹത്തിൽ എല്ലാ മതസ്ഥരോടും നല്ല രീതിയിൽ ഇടപെടുന്ന പി.സി. ജോർജ് പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ അവിടുത്തെ മാതാപിതാക്കൾ വിളിക്കുക സ്വാഭാവികമാണ് സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞതിൽ എവിടെയാണ് ചോദ്യത്ത്? അവരുടെ മക്കളെ 18 വയസ്സ് വിവാഹ പ്രായം ഉയർത്തിയതിനെതിരെ സമസ്ത പോലുള്ള മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നില്ലേ? 15 വയസ്സ് കഴിയുമ്പോഴേക്ക് രഹസ്യമായിട്ട് വിവാഹം നിക്കാഹ് നടത്തുന്ന ഇതില്ലേ? അപ്പൊ അവർക്ക് വിവാഹ പ്രായം സെൻട്രൽ ഗവൺമെന്റ് ഉയർത്തിയപ്പോൾ അവർ അതിനെതിരെ ശക്തമായിട്ട് അവർ രംഗത്ത് വന്നു. അപ്പൊ അവർക്ക് ആകാം. എന്തോ പറയും അച്ഛൻ പറഞ്ഞോളൂ. പറഞ്ഞതൊക്കെ നന്ദി കേട്ടോ. അല്ല അച്ഛൻ വെക്കരുത്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ എനിക്ക് അച്ഛനോട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അച്ഛന് എന്തെങ്കിലും ഇതിനകത്ത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ കാസയെ കുറിച്ച്? കാസയെ കുറിച്ചൊക്കെ അല്ല ഞാൻ മറ്റൊരു കാര്യം കൂടെ അച്ഛനോട് അവസാനമായിട്ട് പറഞ്ഞേക്കാം. അച്ഛൻ ഇനി ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുത്താൽ അതിന്റെ പിറ്റേ ദിവസം അച്ഛൻ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും മൈക്കും സ്റ്റാൻഡും ക്യാമറയും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. അച്ഛൻ ഏത് മാധ്യമത്തിന് ഏത് വിഷയം ഇന്റർവ്യൂ കൊടുത്തോ ആ വിഷയത്തിൽ ഞങ്ങൾക്കും അച്ഛൻ ഇന്റർവ്യൂ തരണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനും അച്ഛൻ മറുപടി പറയണം. അച്ഛനെ നെഞ്ചിലേറ്റി ആരാധിച്ചിരുന്ന ഒരാളാണ് ഞാൻ, അന്നത്തെ PRO ആയിരുന്ന പോൾ തേലക്കാടിനെ. അപ്പൊ അച്ഛൻ ഇന്ന് ഇങ്ങനെയായി മാറിയെങ്കിൽ അന്ന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് വിശ്വാസികളുടെ നെഞ്ചത്തേക്ക് കയറരുത് അച്ഛൻ. അച്ഛൻ പറഞ്ഞോളൂ. ഇവിടെ പരസ്പര വൈരവും വിദ്വേഷവും വളർത്തരുത് എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ ഈ വയസ്സായ. അല്ല അച്ഛനൊന്നും അവരോടും പറയൂ. അച്ഛന് ഒത്തിരി മുസ്ലിങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ടല്ലോ, ഒത്തിരി മുസ്ലിം സംഘടനകളും. അവരുടെ കുട്ടികളെ നിയന്ത്രിക്കൂ. മറ്റു സമുദായങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പോകാതിരിക്കാൻ ഉപദേശിക്കും. തീവ്രവാദത്തെ വളർത്താതിരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യൂ. മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. ഏത് അച്ഛൻ പരസ്യമായിട്ട് ഇത് പറഞ്ഞതായിട്ട് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെയാണ് വിഷയം. അച്ഛൻ ഇപ്പോൾ സീലോമ മലബാർ സഭയെ തള്ളി എന്ന് പറഞ്ഞ വാർത്ത അച്ഛനെ ന്യൂസ് 18 അപർണ കുറുപ്പ് വിളിച്ചതിന്റെ കാരണം തന്നെ അച്ഛനിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ലവ് ജിഹാദ് ഇല്ല എന്നുള്ളൊരു പരാമർശം കിട്ടുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
എന്തോ ഒരു മിനിറ്റ് കൂടി പറഞ്ഞോട്ടെ കേട്ടോ. അച്ഛൻ പറഞ്ഞോളൂ. ബ്ലാക്ക് മെയിലിംഗ് ഒന്നും അങ്ങോട്ട് കൊണ്ടൊന്നും വേണ്ട എന്നാണ് ഞാൻ അല്ലല്ല പറയുന്നത്. അച്ഛോ, ഞാൻ ബ്ലാക്ക് മെയിലിംഗ് അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഭീഷണിയുമല്ല പറഞ്ഞത്, നട്ടലിലുള്ള ഒരു വിശ്വാസിയുടെ ഉറച്ച ശബ്ദമാണ് പറഞ്ഞത്. അച്ഛൻ ഇനി ഏത് മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുത്താലും ഞാൻ പിറ്റേ ദിവസം രാവിലെ ക്യാമറയും ഇതുമായിട്ട് ഞങ്ങൾ വരും. അച്ഛൻ ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ തരണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അച്ഛൻ മറുപടി പറയണം. അത് ഏതവൻ അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് ഏതവൻ ഞങ്ങളെ തടഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ അച്ഛൻ്റെ ഇന്റർവ്യൂ എടുത്തിട്ടേ പോവുള്ളൂ. അച്ഛൻ്റെ ഉള്ള സ്നേഹവും ബഹുമാനം എല്ലാം ഉണ്ട്. ഞാൻ അച്ഛനെ നേരിട്ട് വന്ന് കാണാം. ഞാൻ കുറച്ച് ബുക്കുകളും കാര്യങ്ങളും തെളിവുകളൊക്കെ അച്ഛനെ ഞാൻ നേരിട്ട് തരാം. ഈ 7 വർഷക്കാലം ഞങ്ങൾ രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളുടെയും നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെയൊക്കെ തെളിവുകൾ ഞാൻ അച്ഛനെ കാണിക്കാം. മനസ്സിലായി. എനിക്കിത് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതല്ല ഞാൻ. ഓക്കെ.